കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വാദം തുടരും. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തെ തുടർന്നാണ് തീരുമാനം. ബലാത്സംഗം നടന്നതിനടക്കമുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. എന്നാൽ ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമെന്നായിരുന്നു രാഹുലിന്റെ വാദം. 1.25 മണിക്കൂർ നേരം അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേട്ടു. ഇരുവിഭാഗവും ഡിജിറ്റൽ രേഖകളടക്കം ഹാജരാക്കി. തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള പോലീസ് റിപ്പോർട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. അതിജീവിതയുടെ കുടുംബ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു തുടക്കം. അടുപ്പം മുതലാക്കി രാഹുൽ അതിജീവിതയെ ചൂഷണം ചെയ്തു. ബലാത്സംഗം നടന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഗർഭചിത്രം നടന്നതിന് അതിജീവിതയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി, ആശുപത്രി രേഖകൾ, മറ്റ് മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. യുവതി കഠിനമായ ദേഹോപദ്രവത്തിനിരയായി എന്ന് തെളിയിക്കുന്ന വൈദ്യപരിശോധനാ ഫലവും ഇതിനൊപ്പമുണ്ട്. യുവതിയുടേതും രാഹുലിന്റേതുമാണ് എന്ന് സ്ഥിരീകരിച്ച ശബ്ദരേഖകളും അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഹാജരാക്കി. രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും ജാമ്യം ലഭിച്ചാൽ തെളിവ് നശിപ്പിക്കുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു രാഹുലും അതിജീവിതയും തമ്മിലെന്ന് പ്രതിഭാഗം വാദിച്ചു. പോലീസുകാരുമായി അടുത്ത ബന്ധമുള്ള യുവതി എന്തുകൊണ്ട് നേരത്തെ പരാതി നൽകിയില്ലെന്ന വാദവുമുണ്ടായി. തുടർന്ന് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഇതോടെ നാളെ തുടർവാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.